പ്രൊഫസർ മോഹനകുമാർ, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഒട്ടേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കടമെടുപ്പ് പരിധി ഉയർത്തുന്നത് മുതൽ എയിംസ് വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയൊക്കെ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്യപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? നോക്കൂ, കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ചും പ്രതിപക്ഷ കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് പ്രതിപക്ഷമായിട്ടുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പരമാവധി ഞെരുക്കുന്നതിനുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അവകാശപ്പെട്ട കടമെടുപ്പ് പോലും അനുവദിക്കാത്ത ഒരു അവസ്ഥ. ഗ്രാമീണ മേഖലയിൽ നിന്ന് കാർഷിക മേഖലയിൽ നിന്ന് പുരുഷന്മാർ തൊഴിൽ വിട്ടുപോകുന്നു. പകരം അവിടെ സ്ത്രീ തൊഴിലാളികൾ വരുന്നു. സ്ത്രീ തൊഴിലാളികളിൽ 45% പേര് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവർ ഒരു വരുമാനവും ഇല്ലാതെ, ഒരു തരത്തിലുള്ള കൂലിയും ഇല്ലാതെ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ വളരെ വളരെ സങ്കീർണമായ ഒരു സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പരിണമിച്ചിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തിക വളർച്ചയും ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല.